ഗൈസ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള ഒരു ടെമ്പിളിൽ പോകാൻ പോകുന്നുണ്ട്. ഹഡിംബ ടെമ്പിളിൻ്റെ പേര്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു വണ്ടിയാണെങ്കിൽ 400 രൂപയ്ക്ക് റെൻ്റ് എടുത്തിട്ട് നമ്മൾ മണാലിക്ക് ഇങ്ങനെ കറങ്ങുവാണ് കേട്ടോ. നമുക്കിനി നേരെ പോയി പെട്രോളാണ് എടുക്കുന്നത് ഗൈസ്. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെല്ലൈക്കൺ വെക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. petrol pump goes straight 200 meter. ഇതാണ് മണാലി. മാൾ മണാലിയാണ്. ഇപ്പൊ മാൾ മണാലിയുടെ മുൻപിലൂടെയാണ് നമ്മൾ പോണത്. മാൾ മണാലി മലയുടെ മണ്ടേ കണ്ട പെട്രോൾ പമ്പിലോട്ട് കയറുകയാണ്. നമുക്ക് എത്ര രൂപ പെട്രോൾ അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 200 രൂപ അടിക്കാം. ഇതൊക്കെ നോക്കാം. 200. Do you have Jeep? മണാലി പെട്രോൾ അടിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ ഹഡിംബ എന്തോ ടെമ്പിൾ. ആ ടെമ്പിൾ കേട്ടോ. എനിക്കാണെങ്കിൽ കറക്റ്റ് വായി കിട്ടുന്നില്ല ഗൈസ്. ഒന്നാമത് തണുപ്പും കൂടെ. ഓക്കെ, നിങ്ങൾ മനസ്സിലായല്ലോ സംഭവം എന്തോന്ന്. ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഗൈസ് ടെമ്പിൾ. ഫോട്ടോ ഒക്കെ കണ്ട പെട്രോളാട്ടെ നിങ്ങൾക്ക് പറയുന്ന കേൾക്കുന്നോന്ന് അറിയത്തില്ല. നമ്മളിപ്പോ ടെമ്പിളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി ഒരു ഏകദേശം ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ഈ സൈഡിലൊക്കെ കണ്ടോ ഗൈസ്, അടിപൊളി കിട്ടുന്ന മരങ്ങൾ. ഈ മരത്തിന് എന്തൊരു പേരുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം അങ്ങനത്തെ മരം. എന്റെ പൊന്നു ഗൈസ്, ആ സൈഡിലോട്ട് നിങ്ങൾ നോക്കിയാണ് എന്താ മനോഹരമാണ്. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ അതൊക്കെ കാണിക്കുക. 2 ഘട്ട പെട്രോളൊക്കെ ഉണ്ട് കേട്ടോ. ടെമ്പിൾ നടന്നു വരുന്നവര് ഒരുപാട് പേരുണ്ട് കേട്ടോ. നടന്ന് ആ മണാലി ടൗണിൽ നിന്ന് നടന്നു വരുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ. അപ്പൊ ഇതാണ് എൻട്രൻസ്. ഇതുവഴിയും കയറാം, മേലുവഴി ഓരോ റോഡും ഉണ്ട്, അതുവഴിയും കയറാം. ഇതാണ് എൻട്രൻസ്. ഇതുവഴിയാണ് അപ്പൊ നമ്മൾ കയറേണ്ടത്. ഓക്കെ, പിന്നെ ഈ വഴി പോകുമ്പോഴൊക്കെ ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ. കോട്ടിട്ടത് കാര്യമായി. എല്ലാരും ഇങ്ങനെ കറങ്ങി നടക്കുവാണ്. പിന്നെ ഇവരുടെ ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഫോട്ടോസൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഈ ഡ്രസ്സൊക്കെ തന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കണം കേട്ടോ.
കുറേ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. യാക്കിൻ്റെ മണ്ടയിൽ ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെയാണ് ഗൈസ്. പിന്നെ കുറേ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെമ്പിളിന്റെ മുന്നിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കുറച്ചു നേരം ഇവിടെ ശാന്തിയായിട്ടിരിക്കാൻ കഴിച്ചു. എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് തിരക്കിലാണ്. സുഹൃത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ മുയലിനെയൊക്കെ വെച്ച് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തോണ്ടിരിക്കുവാണ്. അപ്പോൾ ഗൈസ് ഇപ്പം നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നേരെ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ പോവാണ്. കുറേ മണ്ട കയറുന്നു, ഇന്ത്യയൊക്കെ മണ്ട കയറുന്നു, ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ കേട്ടോ. കേട്ടോ ഹൗ മച്ച്? 50. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ എക്സിറ്റ് ആയിട്ടോ. അപ്പോൾ ഇതാണ് ടെമ്പിൾ. അല്ല, ഇവിടെ ഇങ്ങനെ ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ട് ഗൈസ്. പിന്നെ യാക്കിലിരുന്ന് ഫോട്ടോ എടുക്കാമെന്നായിരിക്കും, യാക്കിലിരുന്നൊക്കെ ഫോട്ടോ എടുക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പരിപാടികളുണ്ടോ. 9 യാക്കിൻ്റെ ഇവിടെ സാധനമാണ് കേട്ടോ. ഇതാണ് യാക്ക്. ഞാൻ അറിയാം കേട്ടോ കാണുന്നത്. ഫോട്ടോ എടുക്കുന്നതിന് 50 രൂപ 30 രൂപ അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതണക്ക് മുയിലൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ട് പോകാൻ പോവാണ്. റൂമിൽ പോയിട്ട് വേണം ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ. നല്ല തണുപ്പടിച്ച് തുടങ്ങി ഗൈസ്. അപ്പോൾ ഇനി റൂമിൽ പോയിട്ട് കുറച്ച് നേരം കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം റൂമിൽ കിടക്കണം. എന്നിട്ട് ഇവിടെ ഒരു ബ്രോയുടെ കഫേ ഉണ്ട്. ആ കഫേയിൽ ഒന്ന് കയറി ബ്രോയെ കുറച്ച് കമ്പനിക്കാർ ബ്രോ പറഞ്ഞ് ഇവിടെ ഒന്ന് കണക്ഷൻ കിട്ടിയതാണ്. അപ്പം അവിടോട്ട് പോകണം. പിന്നെ കുറേ പരിപാടികൾ അവിടെ എന്തുവാ നോക്കണം. കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് അന്വേഷിക്കണം, കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത പരിപാടികൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമ്പ് ചെയ്യണം, ടെൻ്റ് അടിച്ചത്, മലയുടെ മണ്ടയിൽ ഇരിക്കണം, അങ്ങനത്തുള്ള കാര്യങ്ങളാണ് എനിക്കിഷ്ടം കഴിച്ചത്. അപ്പം ഒറ്റയ്ക്ക്. അപ്പം ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്.
അപ്പോൾ അവരുടെ അടുത്ത് എല്ലാം കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഗൈസ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ പുതിയ പുതിയ വീഡിയോകൾ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഗൈസ്. ദൂരെ കണ്ടോ ഐസ് മല മൊത്തം ഐസാണ് കേട്ടോ. സ്നോ വന്ന് വീണ് നിറഞ്ഞു കിടക്കുകയാണ്. സ്നോ വന്ന് മൊത്തം ഇന്ന് മിക്കവാറും സ്നോ